നിസ്കരിച്ച് ഇറങ്ങുമ്പോൾ മഹാനായ സുൽത്താൻ ഉലമയും മഹാനായ തങ്ങൾ അവേരത്തെ സയ്യിദ് അബ്ദുൽ ഖാദിർ അഹ്ദൽ തങ്ങളും അവിടെയുണ്ട്. ഇത് രണ്ടാമത് ഞാൻ അങ്ങോട്ട് പോയി. അപ്പോൾ എന്നോട് സുൽത്താൻമയോ അഹ്ദൽ തങ്ങളോ അവേൽ തങ്ങളൊന്നറിയില്ല, തങ്ങൾ വരുന്നുണ്ടോ എവിടത്തേക്ക്? ഞങ്ങൾ CM വലിയുള്ളതിൻ്റെ അടുത്ത് പോവുകയാണ്, CMൻ്റെ അടുത്ത് പോവുകയാണ്. അത് സന്തോഷം, ഞാൻ വന്നേക്കാന്ന് പറഞ്ഞു. ഞങ്ങൾ പോയപ്പോൾ എറണാകുളം സമ്മേളനത്തിൻ്റെ കാര്യം ഇപ്പോൾ സന്തോഷത്തോടെ ചോദിക്കുന്നു, എന്തായി എറണാകുളം സമ്മേളനത്തിനും? അതൊക്കെ നന്നായി, അത് വിജയിക്കും, നന്നായി നടത്തണം, ഞാനവിടെ ഉണ്ടാകും. ഇത് ഞാൻ തന്നെയാണ് സാക്ഷി, ഇത് റിവായത്തൊന്നുമല്ല. അതുപോലെ ഇവിടെ എത്തിയപ്പോൾ എനിക്ക് തോന്നുന്നു താജുൽ ഉലമ നമ്മളെ കൂടെ ഉണ്ടാകും. ഇന്ന് മുതൽ ഇൻഷാ അല്ലാഹ് നമ്മളെ പരിപാടി അവസാനിക്കുന്നത് വരെയും ദുനിയാവിലും ആഖിറത്തിലും സ്വർഗത്തിലും താജുൽ ഉലമയുടെ കൂടെ അല്ലാഹു നമ്മൾ ഒരുമിച്ച് കൂട്ടിയതാശ. അതുകൊണ്ട് നമുക്ക് തിരുവാലി അഹങ്കാരമില്ല, അതല്ലെങ്കിൽ കിബറില്ല, അല്ലെങ്കിൽ ആരെയും ധരിപ്പിക്കാനോ ആരെങ്കിലും ഭീഷണിപ്പെടുത്താനല്ല. അതേ സമയത്ത് സുന്നത്തിയമയത്തിൻ്റെ ശക്തി വളർത്തുകയും അതുപോലെ തന്നെ മാനവ ഐക്യം നമുക്കറിയാം. എല്ലാ സമുദായങ്ങളും എല്ലാ സംസ്കാരങ്ങളും എല്ലാ ഭാഷയും എല്ലാ ആചാരങ്ങളുമുള്ളൊരു ഇന്ത്യയിൽ ഏറ്റവും പ്രസക്തമായ ഒരു പ്രമേയമാണ് മനുഷ്യർക്കൊപ്പം എന്നുള്ള സ്നേഹത്തിൻ്റെ പ്രമേയം. ഇൻഷാ അല്ലാഹ് പുതിയ വർഷത്തിലാണ് നാം, 1-ാം തീയതിയാണ്. ഈ കൊല്ലം മുഴുവനും ഇതിനടുത്ത കൊല്ലവും നമ്മുടെ പ്രവർത്തനങ്ങൾ വളരെ ശക്തിയിൽ മുന്നോട്ട് പോകും. അള്ളാഹു ശക്തിപ്പെടുത്തുകയും ഇന്ത്യ രാജ്യത്തും കർണാടകയിലും കേരളത്തിലും എല്ലാ സ്റ്റേറ്റുകളിലും മതസൗഹാർദ്ദത്തിന് സുന്ദരമായ അന്തരീക്ഷവും ശോഭനമായ നല്ല ഭാവിയും അള്ളാഹു നിലനിർത്തട്ടെ എന്ന് ദുആ ചെയ്യുന്നു. നിങ്ങളെല്ലാവരെയും കാസർഗോഡ് ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും.